ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ട്ടോ. ഇന്ന് പുറത്ത് മുറ്റത്തിറങ്ങിയിരുന്നിട്ടാ വീഡിയോ എടുക്കണത്. ഭയങ്കര ചൂടാണ്. അകത്തൊക്കെ ഭയങ്കര ചൂട്, അവിടെ ഒന്നും ഇരിക്കാൻ വയ്യ. പിന്നെ എൻ്റെ പേരക്കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. മുഹമ്മദ് ഫിസാനുണ്ട്, സിയാനുണ്ട്. ഇസാനിതാ മടി കയറിയിരിക്കണ്. ഇതാണ് കേട്ടോ സിയാന്, മുഹമ്മദ് സിയാൻ. അവൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു കേട്ടോ. സ്കൂളിൽ 3ാം ക്ലാസ്സിലാണ്. അപ്പം അവരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അകത്തൊക്കെ ബഹളമാണ്, ശബ്ദമൊക്കെ. ഇതാ 2ാമത്തെ പേരക്കുട്ടി ഫിസാൻ കേട്ടോ, മുഹമ്മദ് ഫിസാൻ. അവൻ LKG പഠിക്കുന്നു കേട്ടോ. അപ്പം അവരൊക്കെ ഇന്ന് വന്നതാണ്. ഉച്ചക്ക് വന്നതാണ്. അപ്പം ഇന്ന് ബഹളം, കുട്ടികളൊക്കെ എല്ലാവരും ഉള്ളതുകൊണ്ട് ഒന്നും പറയാനൊന്നും സമ്മതിക്കുന്നില്ല കേട്ടോ. പിന്നെ ചൂടും ആയ കാരണം പിന്നെ തൊണ്ടവേദന, ചുമ, പനി. വീട്ടിലാണെങ്കിൽ ബിസി ഒക്കെ കൂടിയിട്ടൊരു സുഖമില്ല. ചൂടായിട്ട് തൊണ്ടക്കാറിയിട്ടുള്ള ചുമയാണ് കേട്ടോ. അതൊന്നും കുഴപ്പമില്ല, ഒക്കെ 2 ദിവസം കഴിയുമ്പോൾ മാറിക്കോളും. ഒരാളിതാ മടി കയറിയിരിക്കുന്നുണ്ട്. ആൾ നല്ല ഫുള്ള് യൂണിഫോമിലാണ്, കാരണം കാണിക്കാൻ പറ്റില്ല. ഇസാൻ ഇവിടെ അങ്ങനെ വീട്ടിലിവിടെ വന്നിട്ട് അങ്ങനെ നിൽക്കാത്തതുകൊണ്ട് അങ്ങനെ വല്ലപ്പോഴും 4 മാസം കൂടുമ്പോൾ 4 മാസം കൂടുമ്പോഴൊക്കെ ഒരു 8 ദിവസം നിൽക്കാനായിട്ടാ ഫിസാൻ വരുള്ളൂ. അതുകൊണ്ട് ഫിസാൻ ഇവിടെ അടുത്തുള്ള കുട്ടികളായിട്ടൊന്നും, ഫിസാനല്ല ഇസാന് പരിചയമില്ല. അത് കാരണം ആരെടുത്താവും പോകില്ല. ഈ പിള്ളേരൊക്കെ കണ്ടപ്പോൾ അവൻ എൻ്റെ മടി കയറിയിരിക്കുക. അപ്പോൾ അവനെ കാണിക്കാനും പറ്റില്ല. മോളും വന്നിട്ടുണ്ട്, നോമ്പറക്കാൻ വന്നാണ്. അപ്പോൾ എല്ലാവരും നോമ്പറക്കാനൊക്കെ പോയില്ലേ സ്വന്തം വീട്ടിലേക്ക്. സ്വന്തം വീട്ടിൽ തന്നെ ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കണവരൊക്കെ ഭാര്യ വീട്ടിലേക്ക്, അവനവൻ്റെ വീട്ടിലേക്ക് നോമ്പറക്കാൻ പോവുക. അതേപോലെ ഭാര്യ വീട്ടിൽ നിൽക്കണവരൊക്കെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് നോമ്പറക്കാൻ പോവുക. പിന്നെ എല്ലാവരും നോമ്പറക്കാനൊക്കെ പോയി. തലോമ്പ് 3 കഴിഞ്ഞ് എല്ലാവരും പോയി വന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനെടുക്കും പോയില്ല കേട്ടോ, ഞാൻ ആശുപത്രി കേസായി. പിന്നെ ഞാൻ നോമ്പറക്കാനൊന്നും പോവലില്ല. ഇങ്ങോട്ട് നോമ്പറക്കാൻ ആരെയും വിളിക്കാറുമില്ല. ഡീൽ ചെയ്യാൻ പറ്റില്ല, അതാണ്. നമുക്ക് ആൾക്കാരൊക്കെ വന്നാൽ അവർക്ക് നല്ലപോലെ ഭക്ഷണമൊക്കെ കൊടുത്ത് നല്ലപോലെയൊക്കെ പറഞ്ഞേക്കണ്ടേ. അതിനൊന്ന് ഡീൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ട് നോമ്പറക്കാൻ ആരെയും വിളിക്കലില്ല. പിന്നെ ഞാൻ പോവലുമില്ല. എന്ന് വെച്ചെങ്കിൽ ഞാൻ നോമ്പറന്നാൽ വല്ലാതെ കുഴഞ്ഞ് തളരുന്ന ആളാണ്. അപ്പോൾ നമുക്ക് ഒരിത്തിരിക്ക് നോമ്പറക്കാൻ പോയാൽ അവിടെ അങ്ങോട്ട് നോമ്പറന്നിട്ട് ആ നോമ്പറന്നവിടെ തന്നെ ആണ് കിടക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പം അത് കാരണം ഞാനും ഇങ്ങോട്ട് നോമ്പറക്കാനും പോവലില്ല കേട്ടോ. അപ്പം ഇന്ന് പിള്ളേരൊക്കെ വന്ന് ഇവിടെ തന്നെ അങ്ങോട്ട് നോമ്പറന്നു. ഇവനാണെങ്കിൽ ഇസാന് വീഡിയോ എടുക്കാനും സമ്മതിക്കുന്നില്ല. മടി കയറി ഇറങ്ങുക. ആളാണെങ്കിൽ യൂണിഫോമിലാണ്, ചുവനെ ഇരുത്തിയിട്ട് കാണിക്കാനും പറ്റില്ല. അപ്പോൾ അതാണ് ഇപ്പോൾ സംഭവം. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്നിപ്പോൾ ഒന്നും സംസാരിക്കാനുള്ള മൂഡില്ല, സംസാരിക്കാൻ വയ്യ. തൊണ്ടവേദനയും ചുമയും, തൊണ്ട കാറിയിട്ട് ഒന്നും സംസാരിക്കാനൊന്നും വയ്യാത്ത കാരണം കേട്ടോ. ഇന്നപ്പോൾ കാര്യമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. നോമ്പൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്ന് കഴിയുന്നുണ്ട്. ചൂടും വേവും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിയുന്നുണ്ട്. അതും കഴിയൂലേ. നോമ്പ് ചൂടായാലും വേവായാലും മഴയിലൊക്കെ നമ്മളെ നോമ്പൊക്കെ നമുക്ക് എല്ലാവർക്കും അത് നല്ല രീതിയിൽ തന്നെ, എന്താ പറയുക, സൂപ്പറായിട്ട് തന്നെ കഴിയുമല്ലേ. അപ്പം എന്നാൽ ഓക്കെ, എന്നാൽ അധികം സംസാരിക്കാൻ വയ്യ. ഓക്കെ, എന്നാൽ എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ്. ഇത് അപ്ലോഡ് ആകുമ്പോൾ ഗുഡ് മോർണിംഗ് ആവും കേട്ടോ. പറയാൻ പറ്റില്ല എപ്പോഴാണ് അപ്ലോഡ് ആവുക എന്നുള്ളത്. തീരെ റേഞ്ചില്ല, ജിയോയുടെ സിമ്മാണ്, ഞങ്ങൾക്ക് തീരെ റേഞ്ചില്ല. കാരണം 2-3 മണിക്കൂറൊക്കെ എടുക്കും ഇത് അപ്ലോഡ് ആവാനായിട്ട്. അപ്പോൾ ഓക്കെ, എന്നാൽ ശരി.